मलंग सी रातें सुरंग सी बागी उड़ान पे ही ना जाने क्यों इलाही मेरा जी आए आए इलाही मेरा जी आए आए कल पे सवाल है जीना फिलहाल है खाना बदोशियों पे ही जाने क्यों इलाही मेरा जी आए आए इलाही मेरा जी आए आए ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞങ്ങൾ ഇന്നിപ്പോൾ ഇന്ത്യയിലല്ല, ഞങ്ങൾ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ ഏതാണ്ട് ചിലർ ഗസ് അടിച്ച് കാണും എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിപ്പോൾ ഞാൻ അമ്മ ചേട്ടൻ ചേട്ടത്തി അല്ല ചേട്ടത്തിയുടെ അമ്മ അച്ഛനും പിന്നെ അനിയത്തി ഹസ്ബൻഡും ഞങ്ങൾ 8 പേരായിട്ടാണ് ഇറങ്ങി പുറപ്പെട്ടേക്കണേ. കണ്ടാ ബാക്കിൽ ചേട്ടൻ, ഫ്രണ്ടിൽ കുറച്ച് പേര് അവിടെ ഉണ്ട്, അതിൻ്റെയും ബാക്കിൽ കുറച്ച് പേരുണ്ട്. അങ്ങനെ ഫുൾ ഓൺ ട്രിപ്പിംഗ് മോഡാണ്. ഗൈസ് ഇതൊരു 4 days 3 nights ജേർണിയാണ്. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്തായിട്ടായിരിക്കും ഞാൻ ഇത് വ്ളോഗ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പാർട്ട് 1 പാർട്ട് 2 രീതിയിൽ. അത് ഇൻഡിവിജ്വലി ഡേയ്സ് ആയിട്ട് വേണോ അതോ എന്താ പറയുക ഇടയ്ക്ക് വെച്ച് കട്ട് ചെയ്തിട്ട് ടു ബി കണ്ടിന്യൂഡ് എന്നാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടില്ല. പക്ഷേ എന്താണേലും എന്താ പറയുക വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഞാൻ അങ്ങനെ വീഡിയോ ഇടാൻ പോകുന്നത്. അപ്പോൾ എല്ലാ വീഡിയോയും കാണണം, മിസ് ചെയ്യരുത്. ബിക്കോസ് ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ലെവലിൽ ഒരു 2-3 വീഡിയോസൊക്കെ ആയിട്ട് ഇടുന്നത്. അതും ഒരു ട്രാവൽ സീരീസ് ആയിട്ട് ഇടുന്നത് ആദ്യമായിട്ടാണ്. കാരണം ഞാൻ എന്താ പറയുക ഇപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നിങ്ങൾ കാണുന്നവർക്കൊക്കെ അറിയാം ഞാനങ്ങനെ ട്രാവൽ അങ്ങനെ ചെയ്തിട്ടില്ല. അധികം അങ്ങനെ ലൈക്ക് 1 day ട്രിപ്പ് പോവല്ലാണ്ട് ഈ കുറേ ദിവസത്തേക്ക് വേണ്ടിയിട്ട് അങ്ങനെ പോയിട്ടില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണം, സപ്പോർട്ട് ചെയ്യണം. അമ്മ ഒന്ന് പാവമായിട്ടൊന്ന് ദയ കൊണ്ട് പറഞ്ഞൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഫോർമാലിറ്റീസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് ഞങ്ങൾ പോയിട്ട് ഞങ്ങൾ ട്രാവലിംഗ് തുടങ്ങുവാണ്. ഞങ്ങളുടെ ചെക്ക് ഇൻ ടൈം ഉള്ളത് ഉച്ചയ്ക്കാണ്. അപ്പോൾ അതുവരെ ഞങ്ങൾ എന്താ പറയുക എവിടേക്കോ സ്ഥലങ്ങളൊക്കെ പോകാണ്ട് ആസ് പെർ ദ ബ്രോഷർ. ഇതിന് ഈ ട്രിപ്പിൻ്റെ ഫുൾ പ്ലാനിങ്സ് എല്ലാം ചേട്ടൻ ചേട്ടത്തിയും ചേട്ടത്തിയുടെ അനിയത്തിയും ഹസ്ബൻഡും കൂടിയാണ് ചെയ്തേക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ റോളില്ല, അതുകൊണ്ട് ഞങ്ങളിവിടെ പുറകെ വാലായിട്ട് നടക്കുക. ഈ നാട് ചുറ്റും ചൂളക്കാറ്റെ ഉള്ളിനാതിൽ തള്ളിപ്പോന്നേ തെന്നി തെന്നി പാറിപ്പോകാനായി. ഈ പൂനിലാവും വെയിലും മഞ്ഞും മന്ദിച്ചൊപ്പും പൂവും കുന്നും കാണുവാനായി ഒന്നിച്ചോടാൻ വാ. ഓ നേരം പോവണ കണ്ട, ഓ കാലം പായണ കണ്ട, ഈ ഉള്ളം കയ്യിൽ ചോരും വെള്ളം പോ. ഓ നേരം പോവണ കണ്ട, ഓ കാലം പായണ കണ്ട, ഈ ഉള്ളം കയ്യിൽ ചോരും വെള്ളം പോ. ഇതാണ് പുത്രജയ. ഇറ്റ്സ് ലൈക്ക് എ മോസ്ക് ഐ തിങ്ക്. ഇപ്പോൾ ബാക്കിലുള്ളതൊരു മോസ്ക് പോലെയാണ് എന്നാണ് പറഞ്ഞത്. ഫ്രണ്ടിലുള്ളത് എന്താണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഞാൻ നോക്കിയിട്ട് പറയാം. ഗായ്സ് നല്ല വെയിലല്ല, പക്ഷെ നല്ലൊരു ബ്രൈറ്റ് അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് ഞങ്ങൾ ഷെയ്ഡ്സൊക്കെ എടുത്ത് വെച്ചു. കണ്ടാ ഞങ്ങൾ നല്ല കുറേ ബഞ്ച് ഓഫ് അന്തന്മാർ എന്നുള്ള അവസ്ഥയിൽ ഇപ്പോൾ നടക്കുവാണ്. ഞങ്ങളിപ്പോൾ പള്ളി പോലത്തെ ആ പള്ളിയാണെന്ന് തോന്നുന്നു അത് കണ്ടിട്ട്. ഒരു മോസ്ക് ലുക്കിംഗ് ആണത്. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഞങ്ങൾ പോകുന്നത്. അത് ആ സംഭവം എന്താണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല കേട്ടോ. ഞങ്ങൾ ഇവിടെ തമ്മിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അത് ആരും അങ്ങോട്ട് കയറുന്നത് കാണുന്നില്ല. അപ്പോൾ ജസ്റ്റ് ഇവിടെ നിന്ന് കാണൽ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു.
ഇത് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റും. അപ്പം ഞങ്ങൾ കയറാൻ പറ്റും. മൂളുന്നു താളം തോളത്തു കൂടാമോ ഈ ഭൂമിയാകെ വിശുദ്ധ കാറ്റായി മോഹങ്ങൾ പാറുന്നു വാതിലടയ്ക്കാതെ താഴുമുറുക്കാതെ ഗാനം നിലയ്ക്കാതെ ഈ കാടും മേടും കേറിപ്പോകാലോ പറന്നേ ചെറുചിറകുകളായി ചുഴലേ ജീവിതത്തെ ചുംബിച്ചിടാലോ പറന്നേ പല മതിലുകളിടിച്ചുടച്ചേ. ഗൈസ്, ഇത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. ഇവിടെ കയറണം എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ കോസ്റ്റ്യൂംസ് ഒക്കെ വേണം. അത് ഇവിടെ നിന്ന് തന്നെ കിട്ടിക്കണ്ട കണ്ട വേണ്ട. ഞങ്ങളെല്ലാവരും ഈ കോസ്റ്റ്യൂം ഇട്ടിരിക്കുന്നത് പുരുഷന്മാർക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞങ്ങൾ പെണ്ണുങ്ങൾ മാത്രം ഇട്ടിരിക്കുകയാണ്. അവർക്കത് മാൻഡേറ്ററി അല്ല, പെണ്ണുങ്ങൾക്കാണത് മാൻഡേറ്ററി. പള്ളി കയറുമ്പോൾ പള്ളിയിൽ അപ്പോൾ അത് മോസ്ക് തന്നെയാണ്, നേരത്തെ പറഞ്ഞ ശരിയല്ലേ, മോസ്ക് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെയൊക്കെ ആവശ്യമുള്ളത്. ഇവിടെ ഇപ്പോൾ നോക്കുമ്പോൾ മിക്കവരും ഉണ്ട്. പിന്നെ ഈ സ്വന്തമായിട്ട് പർദ്ദയൊക്കെ ഇട്ട് വരുന്നവർക്കാണ് പിന്നെ ഇതിൻ്റെ ആവശ്യമില്ലാത്തത്. ಎಂತಾರ ಎಂತಾರ ನೀಯೇ ಎಂತಾರ ಯನ್ಮಾನಂ ಪೂತದೆ ತಾರ ಕಣ್ಪೂರ ನೀಯೇ ದಾಂತ. ചേട്ടൻ കുറച്ച് മുമ്പ് കുറച്ച് ഗോഷ്ഠികൾ കാണിക്കണ്ടായിരുന്നു. ഞാൻ വീഡിയോ ഓൺ ചെയ്തപ്പോഴേക്കും ഇതേ കട്ടില്ല ഞാൻ വീഡിയോ ഓൺ ചെയ്തപ്പോഴേക്കും അവൻ ഡീസൻ്റായി. അപ്പോൾ ഇനിയിപ്പോൾ ഈ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്യാൻ പോവാം. ഞങ്ങൾ ഈ സ്ഥലം വിടാൻ പോവുകയാണ്. കാരണം ഞങ്ങൾക്ക് ചൂടെടുക്കണം ഇതിട്ടിട്ട്, ഭയങ്കരമായിട്ട് ചെരുപ്പ് കാണാനില്ല. ചൂടെടുക്കണം ഇതിട്ടിട്ട്. ഇത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സല്ലേ, അപ്പോൾ ഇതിനെ മാറണം. ഇത് ഈ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു ഡ്രസ്സ് ഊരാൻ പറ്റില്ല. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം മാറാന്ന് വെച്ചാൽ ഇത് ഊരിയാൽ മതി കേട്ടോ, വേറൊന്നുമില്ല. അതായത് ഇനി നെക്സ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഹോട്ടലിലേക്കാണ്. ഞങ്ങൾക്ക് ചെക്ക് ഇൻ ടൈമിലേക്ക് പോകുന്നു. ഇതിലിപ്പോൾ സമയം ഇന്ത്യൻ ടൈമാണ് കാണിക്കുന്നത്, ഫോണിലെ കറക്റ്റ് സമയം കാണിക്കത്തുള്ളൂ. ചെക്ക് ഇൻ ചെയ്തിട്ട് റെസ്റ്റ് ഒക്കെ എടുത്തിട്ട് പിന്നെയുള്ള വൈകുന്നേരത്തേക്കാട്ടോ. ಏನೋ ಇಂದ್ರೆ ಏನೋ ನಾನೋ ನೀಯೋ ಇಲ್ಲೈ ನಾನೋ ನಾಮೇನು ನಾವೋ സോ ഗൈസ്, ചെക്ക് ഇൻ ചെയ്യൽ ആക്ച്വലി 3 o'clock ഞങ്ങളുടെ ടൈം. ആണ്. ഇവിടെ ഇപ്പോൾ സമയം, ഇവിടുത്തെ സമയം എത്രയാ നോക്കി, ഇവിടുത്തെ സമയം 1:51. അപ്പോൾ ഓൾമോസ്റ്റ് 2 ആണ്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിച്ചിട്ടില്ല. അപ്പോൾ ഞങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വെയിറ്റിംഗ് ഏരിയയിൽ ബാഗ് വെച്ചിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങുന്നു. അപ്പോൾ ഉള്ള ഒരു കാഴ്ചകളാണ് ഇത്. ലൈക്ക് ഒരു ഒത്ത നടുക്കാണ്, സിറ്റിയുടെ മെയിൻ ഏരിയയിലാണ് ഞങ്ങൾ റൂം എടുത്തേക്കണേ. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുമാണ്. അത് ഈ നട്ടുച്ചയ്ക്ക് തന്നെ നല്ല തിരക്കാണ്. സോ രാത്രി എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് അതാക്കാം. ഫുഡൊക്കെ കഴിച്ചു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ഞാൻ ഫുഡ് കിട്ടിയതിൻ്റെ സന്തോഷത്തിൽ അത് ആർത്തിയോടെ അങ്ങോട്ട് കഴിച്ച്. അപ്പോൾ അതാ കോംപ്ലിമെൻ്ററി എന്ന് വെച്ചാൽ എനിക്ക് ചേട്ടനും ചേച്ചിയൊക്കെ വാങ്ങിച്ചു തന്ന് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. ഇവിടെ എല്ലാവരും കഴിക്കുന്നുണ്ട്. ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. മെൽട്ടായി പോകണം. കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണാം, വരാം.
എൻ്റെ ചേട്ടനോട് കുറച്ച് ദയ കാണിക്കണം. ഐസ്ക്രീം എടുക്കേണ്ട സ്ഥാനത്ത് റാസ്ബെറി ഫ്ലേവറിലെ ഐസ് ക്യാൻഡി പോലെ ഇരിക്കുന്ന സാധനം മേടിച്ചിട്ട് മൂഞ്ചിരിക്കുകയാണ്. അങ്ങനെ ഗൈസ് റൂമിൽ ചെക്കിനായി. അയ്യോ ഐ എം സോ ടയേർഡ്. എനിക്ക് എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല ഉറക്കം ശരിയായില്ല, ബോഡി നല്ല പെയിൻ ഉണ്ട്. ഇപ്പം നിങ്ങൾ ക്രിസ്മസിൻ്റെയൊക്കെ പരിപാടി കാണുമ്പോൾ നിങ്ങൾ ഷോർട്സ് കണ്ടപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായിട്ടുണ്ടാവും. ഞാൻ ഡാൻസൊക്കെ കളിച്ചിട്ട് ബോഡിയൊക്കെ പെയിനാണ്. അതിൻ്റെ നെക്സ്റ്റ് ഡേ ആണല്ലോ ഈ ട്രിപ്പ് വന്നേക്കണേ. സോ യാ, അപ്പോൾ ദിസ് ഇസ് ദ റൂം. അങ്ങനെ അത്ര വലിയ ഇറ്റ്സ് നോട്ട് എ ബിഗ് റൂം. ഞങ്ങൾ 2 days ഈ റൂമിലാണ്. അതല്ലാതെ പിന്നെ റൂം ചേഞ്ച് ഉണ്ട്, 2 separate ബെഡ്സ് ഉണ്ട് ഇവിടെ. എനിക്ക് ഐ തിങ്ക് എല്ലായിടത്തും 2 separate ബെഡ്സ് ആണെന്ന് തോന്നുന്നു, ഒരുമിച്ച് ഡബിൾ ബെഡായിട്ടില്ലാന്ന് തോന്നുന്നു ഇൻ ദിസ് ഹോട്ടൽ. ഞങ്ങളുടെ വ്യൂ ഇസ് ലൈക്ക് ദിസ്. സീ, സോ ഇത് ഇസ് ലൈക്ക് സിറ്റിയാണ്, ലൈക്ക് മെയിൻ സിറ്റിയാണിത്. ഇതിൻ്റെ തൊട്ടടുത്താണ് മാൾ ഉണ്ടായിരുന്നത്. എന്താണ് ജക്കിയൽ മാൾ എന്ന് പറഞ്ഞിട്ട്, ജക്കിൽ JAKEL മാൾ. അതിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ നിന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അവിടെ തന്നെ ഡൈനിങ് ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് വൈകുന്നേരം 7 ആകുമ്പോൾ ട്വിൻ ടവേഴ്സ് കാണാൻ വേണ്ടി ഇറങ്ങണം. ഇപ്പോൾ ഫ്രഷനപ്പൊക്കെ ആയിട്ട് കുറച്ച് നേരം ഉറങ്ങിയിട്ട് പിന്നെ കാണുന്നതായിരിക്കും. ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. ഞങ്ങൾ എണീറ്റു, ഉറക്കം കുറച്ച് നേരം ഒന്ന് ഉറങ്ങി, അത് കഴിഞ്ഞിട്ട് എണീറ്റു, ഡ്രസ്സൊക്കെ മാറി. എങ്ങനെയുണ്ട് ഈ ഡ്രസ്സ്? അപ്പോൾ ഞങ്ങൾ വൈകുന്നേരം പുറത്തേക്ക് ഇറങ്ങുവാണ്. ഇപ്പോൾ വിശേഷങ്ങൾ പുറത്ത് കാണാം. ഇവിടെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അമ്മയും ചേട്ടനെ ഇവിടെ ഉള്ളൂ, ബാക്കിയുള്ളവർ അപ്പുറത്തപ്പുറത്തെ റൂമുകളിലൊക്കെ ആയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ ഫുഡ് സ്ട്രീറ്റിൽ വന്ന് നിൽക്കുകയാണ്. ഇത് രണ്ടും ചേട്ടനും ചേട്ടത്തിയുമാണ്. ഫുഡ് സ്ട്രീറ്റിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് ഞങ്ങളെ പിന്നെ ട്വിൻ ടവറിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞു. ബിക്കോസ് രാത്രി കുറച്ചും കൂടി ഇരുട്ടിയിട്ട് കൊണ്ടുപോകാന്ന് വെച്ചു. ഗായ്സ്, ഇതൊരു പ്രത്യേകതരം ഫ്രൂട്ടാണ്. കണ്ട ചക്ക പോലെ തോന്നും, എന്നാ ചക്കയല്ല. ഇതിന്റെ പേര് ദൂറിയാൻ. സംഭവം ചക്ക മാതിരി ഉള്ളൊരു പഴമാണ്. ഇതിനൊരു കെട്ട മണാന്നാ പറയണത്. അതായത് ഈ വേൾഡിലെ ഏറ്റവും ചീത്ത സ്മെല്ലുള്ള പഴമാണ് ഇത്. അങ്ങനെ ഹോട്ടൽസിലോ റെസ്റ്റോറൻറ്റ്സിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ ഒന്നും കയറ്റത്തില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര ബാഡ് സ്മെല്ലാണ്. അപ്പോൾ പക്ഷെ എന്നാൽ ടേസ്റ്റ് നല്ലതാണ്. ഞങ്ങൾ ഇതിൻ്റെ ഒരു ജ്യൂസ് കുടിച്ചു. എനിക്കിഷ്ടപ്പെട്ടില്ല, പക്ഷെ എന്നാൽ ഇഷ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് കൂട്ടത്തിൽ. നല്ല ടേസ്റ്റൊക്കെ നല്ല ഒരു ഫ്രൂട്ടി ടേസ്റ്റൊക്കെയാണ്, നല്ല സ്വീറ്റ് ടേസ്റ്റാണ്. പക്ഷെ സ്മെൽ ഇസ് ബാഡ്. ചക്കയ്ക്കൊരു നല്ലൊരു പവർഫുൾ സ്മെല്ലില്ല, അതിലും പവറുമാണ് ബാഡ് സ്മെല്ലാന്നാണ് പറയണേ.
ഇന്നത്തെ തീറ്റ കഴിഞ്ഞു, സ്ട്രീറ്റ് ഫുഡ് തീറ്റ കഴിഞ്ഞു. ഞങ്ങൾ ഇനി രാത്രി ഡിന്നർ വേറെ കഴിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ ആ ഒരു ഫുഡ് സ്ട്രീറ്റിൽ ഓരോ 2 സെക്കൻഡ് കൂടുമ്പോൾ നെക്സ്റ്റ് കടയിൽ നിർത്തി അവിടെയുള്ള സാധനം കഴിക്കലായിരുന്നു. എന്തൊക്കെയൊക്കെയോ കഴിച്ച്, ഒന്നിൻ്റെ പേരൊന്നും അറിയത്തില്ല. ഓയിസ്റ്റർ കഴിച്ചു ഞാൻ, പിന്നെ മാംഗോ സ്റ്റിക്കി റൈസ്, പിന്നെ കുറേ ജ്യൂസ്, ഐസ്ക്രീം, അങ്ങനെ എന്തൊക്കെയൊക്കെയോ കഴിച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഐറ്റംസാണ് വയറ്റിലേക്ക് പോയേക്കുന്നത്. സ്വീറ്റ് ഉണ്ടായിരുന്നു, എരിവുണ്ടായിരുന്നു, ഉപ്പുണ്ടായിരുന്നു, വേവിക്കാത്തതുണ്ടായിരുന്നു, അങ്ങനെയുള്ള പല സാധനങ്ങളുണ്ടായിരുന്നു. എന്ത് സംഭവിക്കും എന്നുള്ളത് കണ്ടറിയാം. എനിക്ക് കമ്പനിയായിട്ട് കഴിക്കാൻ നേരിട്ട് ബാക്കിലുള്ള ചേട്ടൻ, എനിക്കത് വേണം, ഓക്കെ ബാമോളെ എന്ന് പറയും. ആ കാര്യത്തിലൊക്കെ എനിക്ക് ചേട്ടനോട് ഭയങ്കര ഇതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്ത് തിന്നാൻ പോകണമെന്നുണ്ടെങ്കിലും വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നോളൂ അവൻ. പിന്നെ അമ്മ പാവം വെജിറ്റേറിയൻ ആയതുകൊണ്ട് ഓപ്ഷൻസ് കുറവായിരുന്നു. കുറേ മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചിട്ടോ അമ്മ. അപ്പം അതുപോലെ മറ്റേ കുറേ ഡെസേർട്ട്സ്, മാർഷ്മെലോസ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ കഴിക്കണ്ടായിരുന്നു. ഗൈസ്, നെക്സ്റ്റ് ലൊക്കേഷൻ ദ ട്വിൻ ടവർ. Someone I could call the one. You're gonna be my only. I can see that you were watching. I'ma make you fall in love. Just step back and watch me work, daddy. Watch me while I work. അങ്ങനെ ഗൈസ്, ഞങ്ങൾ ട്വിൻ ടവർ കണ്ട് തിരിച്ച് വണ്ടിയിൽ കയറി. ഇനി ഫുഡ് കഴിക്കണം, പിന്നെ തിരിച്ച് റൂമിൽ പോയി കിടന്നുറങ്ങണം. വേറെ പരിപാടികളൊന്നുമില്ല. അതൊക്കെ തൊട്ടടുത്താണ് ഞങ്ങൾ പാർക്ക് ചെയ്തിട്ടിരുന്നത്. എല്ലാവരും ഇപ്പോൾ വണ്ടിയിൽ കയറി ഇനി പോവാണ്. ഫുഡ് കഴിക്കാൻ എവിടെയെങ്കിലും സ്പോട്ടിൽ നിർത്തണം. എനിക്ക് വിശപ്പില്ല, നല്ല എന്തെങ്കിലും കഴിക്കാം. ഗൈസ്, ഞങ്ങൾ റൂമിലെത്തി. ഭയങ്കര ടയർഡാണ്. ഫുഡ് കഴിച്ചു. ഞാൻ പിന്നെ വീഡിയോ എടുത്തില്ല. ഞാൻ ഫോൺ ബാഗിൽ വെച്ചിട്ട് ഫുഡ് കഴിക്കണ എൻ്റെ കോൺസെൻട്രേഷനിലായിരുന്നു. കഴിച്ചു, പക്ഷെ കുറച്ചേ കഴിച്ചുള്ളൂ. ഞങ്ങൾ എന്നിട്ട് പിന്നെ നടന്ന് റൂമിൻ്റെ അടുത്ത് തന്നെ വെച്ചിട്ടായിരുന്നു കഴിച്ചു. അപ്പോൾ റൂമിൽ വന്ന് കിടന്നു. അമ്മ അതേ ഓൾറെഡി കിടന്നു. ഞാൻ കിടന്നതാണ്. അപ്പോഴോർത്ത് അയ്യോ നിങ്ങളോട് പറയണ്ടേ ഞാൻ ഉറങ്ങിയത്. അതുകൊണ്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. കാരണം ഇപ്പം നമ്മൾ ഫസ്റ്റ് ഡേ ആണെങ്കിലും നമ്മൾ കുറേ സ്ഥലങ്ങൾ കവർ ചെയ്തു. ഇപ്പം തന്നെ എത്ര മിനിറ്റ് ആകും കണ്ടറിയാം, എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോ, അതായത് അടുത്ത പാർട്ട് ഇറങ്ങുമ്പോൾ അടുത്ത ദിവസം, അതായത് നാളത്തെ എന്താണ് കാഴ്ചകൾ ഉണ്ടാവുന്നത് അതായിരിക്കും കാണിക്കുന്നത്. അപ്പം നാളെ അല്ലെങ്കിൽ മേ ബി നാളെ മറ്റന്നാളും കൂടി കമ്പൈൻ ചെയ്ത് ഒരു വീഡിയോ ആക്കും. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ നോക്കാം. അപ്പോൾ ഇന്നത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു. അപ്പോൾ Day 1 in Malaysia ഓവർ.